ചില സമയത്ത് നമുക്ക് വീട്ടിൽ നെയ്ച്ചോറ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറേ ബാക്കിയായിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കുറേ നെയ്ച്ചോറൊക്കെ ബാക്കിയായിരിക്കും. അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് തന്നെ പിറ്റേന്നും നമ്മളത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് കഴിക്കാമെന്ന് പറഞ്ഞാൽ നമുക്കൊരു മടുപ്പാണ്. തലേ ദിവസവും പിറ്റേ ദിവസവും ഒക്കെ നെയ്ച്ചോറ് കഴിക്കാമെന്ന് വെച്ചാൽ കുറച്ച് മടുപ്പുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കത് ബിരിയാണി ആക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് കഴിക്കാം. അപ്പോൾ അങ്ങനെ ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. ബാക്കി വന്ന നെയ്ച്ചോറ് ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു വെജിറ്റബിൾ ബിരിയാണി. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ കണ്ണൂർ കിച്ചൺ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചുവന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് അതിൻ്റെ അടുത്ത് കാണുന്ന ഈ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിൽ ബാക്കിയുള്ള നെയ്ച്ചോറ്. ഏകദേശം 3 കപ്പ് അരിൻ്റെ നെയ്ച്ചോറുണ്ടാവും. ഇത് ഇന്നലെ നമുക്ക് പള്ളിയിലെ ചോറാണല്ലോ, അപ്പോൾ അങ്ങനെ ബാക്കി വന്ന നെയ്ച്ചോറാണ്. മിക്ക വീട്ടിലും ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. പള്ളിയിലെ ചോറ് കുറേ ബാക്കിയായിട്ടുണ്ടാവും. അപ്പോൾ അത് വെറുതെ കളയണ്ട, നമുക്കിത് ബിരിയാണിയാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ട് ഇതിലേക്ക് ഒരു വലിയ സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഒരു 3-4 പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കുക, കാരണം നമ്മൾ ഇതിൽ മസാല ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ തന്നെയാണ് നെയ്ച്ചോറ് ഇട്ടിട്ട് ദം ചെയ്യാൻ വെക്കുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ മസാല ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് വലിയ പാത്രം തന്നെ എടുത്തു വെക്കാൻ ശ്രദ്ധിക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ വരെ ഓയിലും കൂടി ഒഴിക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്, വെളിച്ചെണ്ണയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് ഒരു 4-5 ഗ്രാമ്പു ചേർക്കാം. 2 കഷ്ണം പട്ടയും കൂടി ചേർക്കാം. ഇത് രണ്ടും കൂടി ഒന്ന് ചൂടായിട്ട് വരണം. ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർന്നിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതൊക്കെ വെള്ളം നന്നായിട്ട് വറ്റി ചെറുതായിട്ടൊന്ന് കളറ് മാറി വരണം. അത്രയും സമയം നന്നായിട്ടൊന്ന് വഴറ്റാം. ഇതിൽ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. സവാളയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോളിഫ്ലവർ, കുറച്ച് ചേന, പിന്നെ ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ചെറിയ ക്യാരറ്റ്, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ എടുക്കാം. ചേനയൊക്കെ പൊതുവേ വെജിറ്റബിൾ ബിരിയാണിയിൽ ആഡ് ചെയ്യാറില്ല, പക്ഷേ എനിക്കിഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. വെജിറ്റബിൾസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ക്യാപ്സിക്കൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഇതിൽ. ഇനി ഇതിലേക്ക് കുറച്ച് ഗ്രീൻ പീസും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഫ്രോസൺ ഗ്രീൻ പീസാണ്. പിന്നെ 2 ചെറിയ തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. വലിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം മതി. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കാം. പുളിയുള്ള തൈരാണ്. പുളി കുറഞ്ഞ തൈരാണ് ചേർക്കുന്നതെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീരും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നല്ല പുളിയുള്ള തൈരായതുകൊണ്ട് ഞാൻ ചെറുനാരങ്ങ നീര് ചേർക്കുന്നില്ല. അപ്പോൾ തൈരും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് അമർത്തി വെച്ചതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 7-8 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ പച്ചക്കറി പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഒരു 7-8 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. 7-8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. പച്ചക്കറിയൊക്കെ വെന്തിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചേർത്തിരിക്കുന്ന ചേനയും ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഈ വെജിറ്റബിൾസ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്തിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന നെയ്ച്ചോറിൽ നിന്നും പകുതി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരേപോലെ ഒന്ന് നിരപ്പാക്കി കൊടുക്കാം.
ഇത് ഞാനിവിടെ 1/4 ഗ്ലാസ് പാലിൽ ഒരു 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് എടുത്തതാണ്. അത് ഇതിൻ്റെ മുകളിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചോറിന്. അപ്പോൾ 1/4 ഗ്ലാസ് പാലിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള നെയ്ച്ചോറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരേപോലെ ഒന്ന് നിരത്തി കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. ഒരല്പം മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിവിടെ അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നമുക്കിത് വേവിക്കാം. അപ്പോൾ ഞാൻ നെയ്ച്ചോറ് ഫ്രിഡ്ജിൽ നിന്നും എടുത്തിട്ട് പുറത്ത് ഒരു 4 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. തണുപ്പൊക്കെ മുഴുവനായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ നെയ്ച്ചോറ് ചൂടാക്കിയിരുന്നില്ല. അപ്പോൾ ഇതിൽ കിടന്നിട്ട് വേണം ഇനി നെയ്ച്ചോറ് ചൂടായി നല്ല സോഫ്റ്റായി മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ താഴെയുള്ള വെജിറ്റബിൾ മസാലയിൽ നിന്നും അതിൻ്റെ ആവിയൊക്കെ മുകളിലേക്ക് വന്ന് ആ ആവിയിൽ കിടന്നിട്ട് നെയ്ച്ചോറ് നന്നായിട്ടൊന്ന് സോഫ്റ്റായി മാറണം. അതേപോലെ ഈ മസാലയുടെ ഫ്ലേവറൊക്കെ നെയ്ച്ചോറിൽ നന്നായിട്ട് വരികയും വേണം. അപ്പോൾ ഒരു 15 മിനിറ്റെങ്കിലും സമയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ദം ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സൂപ്പർ ബിരിയാണി കിട്ടും. അതിന് വേണ്ടിയിട്ട് എന്തായാലും 15 മിനിറ്റ് കുറഞ്ഞത് ലോ ഫ്ലെയിമിൽ ഇതുപോലെ വെച്ചിട്ട് ദം ചെയ്തെടുക്കുക. 15 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ട് നന്നായി ദമ്മായിട്ടുണ്ട്. നെയ്ച്ചോറൊക്കെ നല്ല സോഫ്റ്റായി മാറിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി വെജിറ്റബിൾ ബിരിയാണി നമ്മൾ ബാക്കി വന്ന നെയ്ച്ചോറ് കൊണ്ട് ഇവിടെ റെഡിയാക്കി എടുത്തു കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് വിളമ്പിയെടുക്കാം. കണ്ടില്ലേ, നെയ്ച്ചോറൊക്കെ നല്ല സോഫ്റ്റായിട്ട് മാറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയ നെയ്ച്ചോറ് പോലെ തന്നെ ആയിട്ടുണ്ട്. പിന്നെ നെയ്ച്ചോറ് ബിരിയാണി ഉണ്ടാക്കാതെ നെയ്ച്ചോറ് മാത്രമായിട്ട് കഴിക്കുകയാണെങ്കിൽ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. സ്റ്റീം ചെയ്തിട്ട് നെയ്ച്ചോറ് കഴിക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഓവനുള്ളവർക്കാണെങ്കിൽ ഓവനിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാൻ ബിരിയാണി ഒരു പ്ലേറ്റിലേക്ക് വിളമ്പിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി വെജിറ്റബിൾ ബിരിയാണി നമ്മൾ ബാക്കി വന്ന നെയ്ച്ചോറ് കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ നല്ല ടേസ്റ്റി ബിരിയാണിയാണ്. വളരെ ഈസിയാണ് ഉണ്ടാക്കാനും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഈ വെജിറ്റബിൾ ബിരിയാണിയുടെ കൂടെ ഞാനിന്ന് 2 തരം സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അത് ഞാൻ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വെജിറ്റബിൾ ബിരിയാണി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്